ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഉപവാസത്തിന്റെ ഈ നാളുകളിൽ നമ്മുടെ ചിന്തയ്ക്കായി തിരുസഭ ഒരുക്കിയിരിക്കുന്നതായ വേദവാക്യം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളാണ്. ഈ വേദഭാഗങ്ങളിൽ യേശു ക്രിസ്തു സ്നാപക യോഹന്നാനെ കുറിച്ചാണ് ജനങ്ങളോട് സംസാരിക്കുന്നത്. നിങ്ങൾ മരുഭൂമിയിലേക്ക് പോയത് എന്തിനാണ് എന്ന് യേശു ക്രിസ്തു അവരോട് ചോദിക്കുന്നുണ്ട്. മിശിഹയ്ക്ക് വഴി ഒരുക്കുവാൻ അയക്കപ്പെട്ട ദൈവത്തിന്റെ പ്രത്യേക ദൂതനാണ് സ്നാപക യോഹന്നാൻ. ഇത് ക്രിസ്മസുമായി ഒന്ന് ബന്ധിപ്പിക്കുമ്പോൾ, ക്രിസ്മസ് എന്നത് യേശു ക്രിസ്തുവിന്റെ ജനനം മാത്രമല്ല, അവിടുത്തെ സ്വീകരിക്കുവാൻ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കുന്നതും കൂടിയാണ്. യോഹന്നാൻ വലിയവനാണേലും സ്വർഗരാജ്യത്തിലെ ചെറിയവൻ പോലും അവനേക്കാട്ടിലും വലിയവനാകുന്നു എന്ന് യേശു ക്രിസ്തു നമ്മളോട് പറയുന്നു. ക്രിസ്തു നമ്മളെ വിളിച്ചിരിക്കുന്നത് മാനസാന്തരത്തിന്റെ പാതയിൽ സഞ്ചരിക്കാനാണ്. ക്രിസ്മസ് എന്നത് ദൈവവചനത്തിന്റെ നിറവേറലാണ്. കേൾക്കാൻ ചെവിയുള്ളവൻ മാത്രം കേൾക്കട്ടെ എന്നത് ക്രിസ്മസ് ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ യേശുവിനെ നമ്മുടെ ഹൃദയങ്ങളിലും നമ്മുടെ ജീവിത നവീകരണത്തിനും വേണ്ടിയും ഓർക്കേണ്ടതിനു വേണ്ടിയാണ്. ക്രിസ്മസ് എന്നത് രക്ഷകന്റെ വരവും നമ്മുടെ ഹൃദയത്തിൽ വിനയം, മാനസാന്തരം, സ്നേഹം നിറയുവാൻ വേണ്ടിയും കൂടിയാണ്. ഈ ക്രിസ്മസ് നമുക്ക് അതിനു വേണ്ടി ഒരുങ്ങാം. എല്ലാവർക്കും ക്രിസ്മസ് ആശംസകളും പ്രാർത്ഥനയും.